ഹായ് ഓൾ, വെൽക്കം ടു ബെഞ്ചാര ഈറ്റൂൾ ക്ലബ്ബ്. നമ്മൾ ഇന്നുള്ളത് കൂർഗിലെ വീരാജ്പേട്ടയിലുള്ള ഓറഞ്ച് വാലി പ്ലാന്റേഷൻ ഹോളിഡേയ്സിലാണ്. നിങ്ങളുടെ ബിസി ലൈഫിൽ നിന്ന് നിങ്ങളൊരു ഗെറ്റവേ ആണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരിക്കും. ഏകദേശം 25 ഏക്കറോളം വരുന്ന കാപ്പിത്തോട്ടത്തിന്റെ നടുക്കായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഏകദേശം കാപ്പി പൂത്തിരിക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല സ്മെല്ലുണ്ട് കാപ്പിയുടെ. നല്ല അടിപൊളിയാണ്, പീസ്ഫുൾ ക്ലൈമറ്റ് ആണ്, അതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പം ട്രെക്കിങ്ങും അതുപോലെ ക്യാമ്പ് ഫയർ, സ്വിമ്മിംഗ് പൂള്, മറ്റ് ഫെസിലിറ്റീസ് എല്ലാം ഇവിടെ ഉണ്ട്. അപ്പം എന്തൊക്കെയാണ് അതിന്റെ വിശേഷങ്ങൾ എന്നുള്ളത് നമുക്ക് നേരിട്ട് തന്നെ കണ്ടു നോക്കാം. ഞങ്ങൾ ഏകദേശം ഈ റിസോർട്ടിന്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, ഒരു കാപ്പിത്തോട്ടത്തിന്റെ നടുവിലൂടെയാണ് നമ്മൾ വണ്ടി ഓടിച്ച് അങ്ങോട്ടേക്ക് എത്തുന്നത്. ആ ഡ്രൈവ് തന്നെ ഭയങ്കര രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ വന്നപ്പോൾ തന്നെ ഇവർ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്ന് ഞങ്ങളെ വെൽക്കം ചെയ്തു. അപ്പോൾ നമ്മൾ ചെറിയൊരു എസ്റ്റേറ്റ് വാക്കിന് ഇറങ്ങിയതാണ്. ഇവിടെ കാപ്പി ഉണ്ട്, കുരുമുളക് ഉണ്ട്, ഏലക്കയുണ്ട്, ഓറഞ്ച് ഉണ്ട്, ചിക്കു ഉണ്ട്, അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്, അതേപോലെ 2 ടൈപ്പ് കാപ്പി ഉണ്ട്. അപ്പം നമ്മളിത് കാണിച്ചു തരാൻ വേണ്ടി നമ്മുടെ കൂടെ ഉള്ളത് നാരായണേട്ടനാണ്. പുള്ളിയാണ് ഈ തോട്ടം കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. അപ്പം എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ, എന്തൊക്കെയുണ്ട് ഇവിടെ? ഇവിടെ കാപ്പിയുടെ 2 വെറൈറ്റി ഉണ്ട്, റോബസ്റ്റ ആൻഡ് അറബിക്ക. ലിംബു ചെടി ഉണ്ട്, പിന്നെ ബട്ടർ പൊട്ട്, പിന്നെ ഓറഞ്ച്, കുരുമുളക്, ചെറിയ സാധനമുണ്ട്. സാധാരണ മരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവിട്ടിട്ടാണ് കായ്ക്കുക. എന്നാൽ കാപ്പിയുടെ കാര്യത്തിൽ അത് കുറച്ച് ഡിഫറെന്റ് ആണ്. ഇപ്പൊ പൂ പൂക്കും, അത് പൊഴിഞ്ഞു പോകും, പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കും ഇത് കായ്ക്കുക. അതായത് ഇപ്പൊ ഇവർ ഏകദേശം ഇതിന്റെ പ്രൊഡക്റ്റ് എല്ലാം എടുത്തു കഴിഞ്ഞു. കാപ്പി പറിച്ചതിന് ശേഷം നമ്മൾ ഈ തോട്ടം നനച്ചു കഴിയുമ്പോഴാണ് ഇതിൽ പൂ വരിക. ഇതിപ്പോ ഏകദേശം ഒരു 2 to 3 days ആയ പൂവാണ് ഇതെല്ലാം. അവിടെ കുറച്ച് വാടി തുടങ്ങിയിട്ടുണ്ട്. പൂക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ ഇരിക്കും. ഇതാണ് കറക്റ്റ് ഇതിന്റെ പൂത്ത് വന്ന പൂവ്. ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ ഈ പൂവെല്ലാം കൊഴിഞ്ഞ് ഇതിന്റെ അടിയിൽ തന്നെ വീഴും. നമ്മളിപ്പോൾ ഉള്ളത് ഇവരുടെ തന്നെ ഒരു അടിപൊളി ലോട്ടസ് പോണ്ടിലാണ്. ഈ കൊല്ലം മഴ ഇച്ചിരി കൂടുതലായതുകൊണ്ടാണ് അങ്ങോട്ടേക്കൊക്കെ ഇഷ്ടംപോലെ പൂവുണ്ട്. ഇവിടെ കംപ്ലീറ്റ് പാട പിരിച്ചതുപോലെ ലോട്ടസിന്റെ പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ കാപ്പിത്തോട്ടത്തിലേക്കും അതുപോലെ കംപ്ലീറ്റ് ഇറിഗേഷൻ പരിപാടികൾക്കൊക്കെ വെള്ളം എടുക്കുന്നത് ഈ ലോട്ടസ് പോണ്ടിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചൂണ്ടയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് ലൈവ് ഫിഷിംഗ് ചെയ്യാൻ പറ്റും. ഈ കുളത്തിൽ മീനുണ്ട്. അപ്പൊ മീൻ പിടിക്കുക, അവർക്ക് കൊണ്ട് കൊടുക്കുക, അവര് നമുക്ക് ബാർബിക്യൂ ചെയ്ത് തരും. ദ ക്യൂൻ ഓഫ് സ്പൈസസ് എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന ഏലക്ക അല്ലെങ്കിൽ ഏലത്തോട്ടത്തിന്റെ നടുക്കാണുള്ളത്. ഇവിടെ കംപ്ലീറ്റ് ഏലത്തോട്ടമാണ്. അതുപോലെ ഇതിന്റെ നടുക്കായിട്ട് അടയ്ക്കാമരമുണ്ട്. ഇതിന്റെ നടുക്കൂടെ നടക്കുമ്പോൾ ഈ കൂർഗിലൊരു തണുപ്പും അതുപോലെ ഈ ഏലക്കയുടെ ഒരു നൈസ് സ്മെല്ലും ഉണ്ട്. അതിലൊരു പീസ് ആൻഡ് കാം ക്വയറ്റ് അടിപൊളി ഫീലാണ്. എന്റെ കയ്യിലിരിക്കുന്ന ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരപ്പെട്ടി കഴിച്ചിട്ട് പുറന്തള്ളുന്ന കാപ്പിക്കുരുവാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് ലോകത്തിലെ ഏറ്റവും വിലയേറിയ കോഫി ആയിട്ടുള്ള സിവിറ്റ് കോഫി ഉണ്ടാക്കുന്നത്. ഏകദേശം ഇതിന്റെ വില വരുന്നത് പുറം രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ കിലോയ്ക്ക് ഏകദേശം 50,000 രൂപയ്ക്ക് മുകളിൽ വരെ ഇതിന് വിലയുണ്ട്. 2023 വീരാജ്പേട്ടയിലെ ഏറ്റവും ബെസ്റ്റ് റെസ്റ്റോറന്റിനുള്ള അവാർഡ് കിട്ടിയ ഓറഞ്ച് വാലി പ്ലാന്റേഷൻ ഹോളിഡേ റെസ്റ്റോറന്റിലാണ് നമ്മളുള്ളത്. അതിന്റെ സർട്ടിഫിക്കേഷനൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സമയം ഏകദേശം 2 മണി ആയിട്ടുണ്ട്. നമ്മുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാണ്. അപ്പം ലഞ്ച് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വാക്കി റിസോർട്ട് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. അപ്പം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഹായ് ഓൾ, അപ്പൊ നമ്മൾ ഈ കാപ്പിത്തോട്ടത്തിന്റെ നടുവിലുള്ള ഓറഞ്ച് വാലി റിസോർട്ടിന്റെ രാജാവിന്റെയും രാജ്ഞിയുടെയും കൂടെയാണുള്ളത്. ഇവരാണ് ഇതിന്റെ ഫൗണ്ടേഴ്സ് ആൻഡ് ഓണേഴ്സ്. ഇത് നമ്മുടെ കവിതാന്റി, ഇത് മനോജ് അങ്കിള്. അപ്പൊ നമുക്ക് ഇവരുടെ അടുത്ത് തന്നെ ചോദിച്ചറിയാം എന്താണ് ഇങ്ങനെ ഒരു പ്രകൃതി രമണീയമായ അല്ലെങ്കിൽ പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന ഒരു റിസോർട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിച്ചൊരു ഘടകം എന്താണ്? ഞങ്ങളുടെ പ്ലാന്റേഷനായത് പ്ലാന്റേഷൻ ആദ്യം മുതലേ ഞങ്ങൾക്ക് ഇങ്ങനത്തെ പ്രൊജക്ട് ഉണ്ടായി. ഇതിനകത്ത് ഫസ്റ്റ് ഞങ്ങൾക്ക് ഒരു ഗസ്റ്റ് ഹൗസ് ചെയ്യണമെന്നുണ്ടായ, പിന്നെ അത് ഗസ്റ്റ് ഹൗസ് ആക്കി കഴിഞ്ഞപ്പോൾ പിന്നെ അത് കൺവേർട്ട് ആക്കിയിട്ട് റിസോർട്ട് ആക്കണം എന്നങ്ങനെ പ്ലാൻ വന്നിട്ട് റിസോർട്ട്. അപ്പോൾ ആദ്യം ഇതൊരു ഹോം സ്റ്റേ സെറ്റപ്പ് ആയിരുന്നു, അതിനുശേഷമാണ് റിസോർട്ടിലേക്ക് മാറിയത്. ഗസ്റ്റ് ഹൗസ് ആയിരുന്നു ആദ്യം. ഗസ്റ്റ് ഹൗസ് ആയിരുന്നു ആദ്യം അല്ലേ? അപ്പം എപ്പോഴാണ് ഇതൊരു റിസോർട്ടിലേക്ക് മാറിയത്? എത്ര വർഷം? 4 years ആയി. 4 years ആയിട്ടുണ്ട്. അപ്പം എന്താണ് നിങ്ങളുടെ ഭാവി പരിപാടികൾ? ഭാവി ഇത് ഡെവലപ്പ് ചെയ്യുക, കോട്ടേജസ് ചെയ്യുക. പിന്നെ ഇത് 25 acres പ്രോപ്പർട്ടി ആയിരുന്നു. ഇതിന് ഞങ്ങൾക്ക് കുളമെല്ലാം ഉണ്ട്. കുളത്തിൽ അത് ഡെവലപ്പ് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റും കോട്ടേജസ് എടുക്കുക, ബോട്ടിങ്സ്, പിന്നെ ട്രക്കിംഗ് ആക്ടിവിറ്റീസ് ഇതെല്ലാം ചെയ്യണം ഫ്യൂച്ചറിൽ. അപ്പോൾ ഇനി നമുക്ക് കവിതാന്റിയിലേക്ക് വരാം. പുള്ളിക്കാരി നമ്മുടെ നാട്ടുകാർ തന്നെയാണ്, പേരാവൂരിൽ നിന്നാണ്. അപ്പം എത്ര വർഷമായി ഇവിടെ എത്തിയിട്ട്, അതുപോലെ തന്നെ മറ്റ് റിസോർട്ടുകളിൽ നിന്നും എന്താണ് നമ്മുടെ ഓറഞ്ച് വാലിനെ എടുത്തു നിർത്തുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ്? ഞാൻ പേരാവൂരുകാരിയാണ്. ശരിക്കും കല്യാണം കഴിച്ചിട്ട് ഇവിടെ വന്നതാ. 30 കൊല്ലമായി ഇവിടെ വന്നിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ് പ്രോപ്പർട്ടി ഇല്ലായിരുന്നു, എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു.
അത് കഴിഞ്ഞ് ഞങ്ങളൊരു 5 years ആയി ഈ ബിൽഡിങ് പ്രോപ്പർട്ടി എല്ലാം ബിൽഡ് ചെയ്തിട്ട്. പിന്നെ ഇപ്പോൾ ഗസ്റ്റ് വരുമ്പം ഗസ്റ്റിനെ ഞങ്ങൾ വീട്ടിലെങ്ങനെ നമ്മളൊരു ഗസ്റ്റ് വീട്ടിലെങ്ങനെ വന്നാൽ എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത് അതേ രീതിയിലാണ് ഇവിടെയും ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ ഫുഡെല്ലാം ഞങ്ങൾ അധികം ഫുഡ് ഉണ്ടാക്കുന്നത് ഹോംലി ഫുഡാണ്. അധികം സാധനങ്ങളും ഇവിടുത്തെ നമ്മുടെ എസ്റ്റേറ്റിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണ് യൂസ് ചെയ്തിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത്. പിന്നെ അവർ വരുമ്പോൾ അവരോട് ചോദിക്കും നിങ്ങൾക്ക് ഏത് ടൈപ്പിൽ ഫുഡാണ് വേണ്ടത്, സ്പൈസസ് അധികം വേണോ, ഇല്ല പിന്നെ ഇത് ടീ കോഫി എല്ലാം ആണെങ്കിൽ അവർക്ക് എങ്ങനെ മീഡിയം വേണോ സ്ട്രോങ് വേണോ, ഇതെല്ലാം പ്രത്യേക കാര്യം അവരോട് ചോദിച്ചിട്ടാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ അവർ ഫുഡ് എല്ലാ സാറ്റിസ്ഫാക്ഷനാണ്. പിന്നെ നമ്മുടെ ഹോസ്പിറ്റാലിറ്റി എല്ലാവർക്കും എല്ലാ ഗസ്റ്റിനും തീർത്തും ഇഷ്ടമായിട്ടാണ്. നോർത്ത് ഇന്ത്യൻ ആണെങ്കിലും സൗത്ത് ഇന്ത്യൻ ആണെങ്കിലും ചൈനീസ് ആണെങ്കിലും എല്ലാം നമ്മുടെ മെനുവിൽ ഇൻക്ലൂഡ് ആണ്. എല്ലാ മെനുവിൽ ഇൻക്ലൂഡ് ആണ്. പക്ഷെ എല്ലാവരും അധികം ആൾക്കാർ ചോദിക്കുന്നത് ഹോംലി ഫുഡാണ്. അവർ അധികം ഹോംലി ഫുഡാണ് പ്രിഫർ ചെയ്യുന്നത്. ഇവിടെ കേരള സ്റ്റൈൽ ഫുഡ് ആണെങ്കിലും അവൈലബിൾ ആണ്. അവൈലബിൾ ആണ്. കേരള സ്റ്റൈലും അവൈലബിൾ, കൂർഗി സ്റ്റൈലും അവൈലബിൾ ആണ്. അതുപോലെ ഗസ്റ്റിനായിട്ട് മറ്റെന്ത് ആക്ടിവിറ്റീസ് ആണ് നിങ്ങളോട് ഒരുക്കി വെച്ചിരിക്കുന്നത്? അതായത് നമ്മളിപ്പോൾ ഒരു 5 ദിവസം വന്ന് സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റെന്താണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, പീസ്ഫുൾ ആയിട്ട് ഇവിടെ താമസിക്കുന്നു എന്നുള്ളതിലുപരി എന്താണ് ഇവിടെ മറ്റ് ആക്ടിവിറ്റീസ് നമുക്ക് വേണ്ടിയിട്ടുള്ളത്? അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് ഒരു ക്യാമ്പ് ഫയർ സംഭവങ്ങളൊക്കെ, ഇൻഡോർ ക്യാമ്പ് ഫയർ ആണിത്, ഇത് പൂൾവി ക്യാമ്പ് ഫയർ ആണ്. അതുപോലെ നമുക്ക് ഔട്ട്ഡോർ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുപോലെ മറ്റെന്ത് ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ആക്ടിവിറ്റീസ് അവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ആയിട്ടുണ്ട്. അത് ബഫേ വെക്കും. അവർക്ക് എങ്ങനെ വേണം ഏത് രീതി അതേപോലെ അവർക്ക് ഫുഡ് കഴിക്കാം. അൺലിമിറ്റഡ് ഫുഡായിരിക്കും വെക്കുന്നത് രാവിലെ. പിന്നെ അവർക്ക് രാവിലെ ട്രെക്കിങ് കൊണ്ടുപോകും. ട്രെക്കിങ് ഒരു 7-7:30 കൊണ്ടുപോകും. അതും നമ്മുടെ എസ്റ്റേറ്റിൽ തന്നെ ഉള്ള ഒരു പ്ലേസാണ് കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ആ ട്രെക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രെക്കിങ്ങിന്റെ കുറച്ച് വിഷ്വൽസ് കണ്ടിട്ട് നമുക്ക് ഇന്റർവ്യൂയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഏകദേശം 7 മണി ആയിട്ടുണ്ട്. നാരായണേട്ടൻ ഞങ്ങളെ ട്രെക്കിങ്ങിന് കൊണ്ടുപോവാണ് ഈ കാപ്പിത്തോട്ടത്തിന്റെ ഉള്ളിൽ കൂടെ. മേളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കൂർഗിലെ കോടയ്ക്കകത്തൂടെ നടന്നുകൊണ്ടിരിക്കുക. ഏകദേശം ഒരു 40 to 45 ഡിഗ്രി സ്റ്റീപ്പിലാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഏകദേശം ഒരു 500 അടി ഹൈറ്റിലേക്കാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നടക്കാൻ തുടങ്ങിയിട്ട് 1/2 മണിക്കൂറായി. സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇവിടുത്തെ ഈ തണുപ്പും മഞ്ഞ് പെയ്യുന്നതും ഇവിടെ നമുക്ക് ഈ കിളികളുടെ ഒച്ച കേൾക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഏകദേശം ഒരു 400 അടിയോളം കയറിയിട്ടുണ്ട്. ഇനിയും നമുക്ക് 200 അടി കയറാനുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ജീപ്പ് സവാരി വരുന്നത് ഏകദേശം ഈ ഒരു ഏരിയ വരെയാണ്. നിങ്ങൾക്ക് ട്രെക്കിങ്ങിന് നടക്കാൻ മടിയുള്ളവർക്ക് ജീപ്പിന് വന്നിട്ട് ഇവിടുന്ന് ബാക്കി മുകളിലേക്ക് നടക്കാൻ കഴിയും. ബട്ട് ഐ പ്രിഫർ വാക്കിംഗ്, അതാണ് ഹെൽത്തിന് നല്ലത്. പക്ഷേ ജീപ്പ് സഫാരിക്ക് വന്നു കഴിഞ്ഞാലും ഓക്കെയാണ്. ഇവിടുത്തെ വ്യൂ വേർത്താണ്. നമ്മൾ ഏകദേശം 600 അടി നടന്ന് മണ്ടയ്ക്ക് എത്തിയിട്ടുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇന്നിവിടെ ഫുള്ള് കോടയാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. അതുപോലെ നമ്മളിവിടെ നിൽക്കുമായിരുന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ കംപ്ലീറ്റ് താഴെ വരെ കാണാൻ പറ്റുമായിരുന്നു. പിന്നെ ഇതാണ് ഇതിൻ്റെ ഹയസ്റ്റ് പോയിന്റ് വരുന്നത്, ഈ മരമാണ്. ഇനി നമ്മൾ ഇവിടുന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കേരള ഫോറസ്റ്റിൻ്റെ ബോർഡറാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കർണാടക കേരള ബോർഡറിലാണ്. ചിലപ്പോൾ ലക്ഷ്യത്തെക്കാളും നമ്മളെ ഹാപ്പി ആക്കുന്നത് ആ യാത്രയായിരിക്കും. അതുപോലെയായിരുന്നു ഇന്നത്തെ ട്രെക്കിങ്. അപ്പോൾ നിങ്ങൾ ഈ റിസോർട്ട് വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രെക്കിങ് എന്താണെങ്കിലും മിസ് ചെയ്യരുത്. മസ്റ്റായിട്ട് പോകേണ്ട ഒരു സംഭവമാണ്. അടിപൊളിയാണ്. കുറച്ചും കൂടെ മഞ്ഞ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു അടിപൊളി വ്യൂവും കിട്ടും. ഞങ്ങൾ 11 മണി കഴിഞ്ഞിട്ട് ഒന്നും കൂടെ വന്നാലോ എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിംഗ് വന്നിട്ട് 8:30 to 10:30 ആണ്. അപ്പോഴത്തേക്ക് ഗസ്റ്റ് ട്രെക്കിംഗ് എല്ലാം പോയി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് പിന്നെ അവർക്ക് ലഞ്ച് വേണമെന്ന് പറഞ്ഞാൽ ലഞ്ച് ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. ഇല്ല അധികം ആളും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പുറത്ത് സൈറ്റ് സീയിങ്ങിന് പോകും. കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഹസ്ബൻഡ് പറയും. ട്രെക്കിങ് രാവിലെ ഇവിടെ 7:30 അത് ഞങ്ങൾ കോംപ്ലിമെന്ററി ട്രെക്കിങ് ഇവിടുന്ന് ഒരു 1 hour ട്രെക്കിങ് പോകും. അത് കഴിഞ്ഞിട്ട് അഗ്നേഷ് പേയ്മെന്റ് ട്രെക്കിംഗ് ഉണ്ട്. അത് ഇവിടുന്ന് ഒന്ന് മാതൽപ്പെട്ടി പോകുന്നത്. പിന്നെ ഇനി ഒന്ന് കബേൽസ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട്, അതും അഗ്നേഷ് പേയ്മെന്റാണ്. പിന്നെ റിവർ റാഫ്റ്റിംഗ് ഉണ്ട്. അത് മാൺസൂൺ ടൈമിൽ റിവർ റാഫ്റ്റിംഗ് അറേഞ്ച് ചെയ്യും, അതും അഗ്നേഷ് പേയ്മെന്റ്. പിന്നെ ജീപ്പ് സഫാരി ഉണ്ട്, ജീപ്പ് സഫാരി അഗ്നേഷ് പേയ്മെന്റ് ചെയ്യും. പിന്നെ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിംസ് ഉണ്ട്. സ്പാ ഇപ്പൊ പുതിയതായിട്ട് സ്പാ തുടങ്ങിയിട്ടുണ്ട്, വെൽനസ് സെന്റർ ആൻഡ് സ്പാ ആക്ടിവിറ്റീസിൽ. അപ്പോൾ എത്രയാണ് ഇവിടെ ബേസിക് ആയിട്ടുള്ള ഒരു റൂം സ്റ്റാർട്ട് ചെയ്യുന്നത്? എത്ര റൂം സ്റ്റാർട്ടിംഗ് 3,500 സ്റ്റാർട്ടിംഗ് പ്രൈസ്. 3,500 ഇവിടെ റൂം എടുക്കുന്ന ഒരാൾക്ക് ഈ പറഞ്ഞ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ എസ്റ്റേറ്റ് വാക്കും ട്രെക്കിംഗ് നിങ്ങൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാമ്പ് ഫയർ അഗ്നേഷ് പേയ്മെന്റ് ചെയ്യുന്നത് ഗസ്റ്റിന്റെ നീഡിനനുസരിച്ച്. പിന്നെ റൂംസിന്റെ 3 ടൈപ്പ് റൂംസ് ആണ് ഉള്ളത്. ഒന്ന് ബേസിക് ഡിലക്സ് റൂം 3,500, സൂട്ട് റൂം 4,500, പൂൾ വില്ലാസ് 6,500. അതിനകത്ത് അതേ രീതിയാണ് കാറ്റഗറീസ് ഉള്ള റൂം. പിന്നെ പാക്കേജസ് ഉണ്ട്. പാക്കേജിൽ 3,500 പെർ റേറ്റ്. അതിനകത്ത് അക്കോമഡേഷൻ, ബ്രേക്ക്ഫാസ്റ്റ്,
ഡിന്നർ ഇൻക്ലൂഡ് ആയിട്ട് വരും. ഒരു ഫാമിലി ആയിട്ടൊരു 6 പേരൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ താമസിക്കാൻ പറ്റിയ അത് വേറെ വേറെ കാറ്റഗറി റൂംസ് ഉണ്ട്. 6 ആള് കിടക്കുന്ന റൂം, 5 ആള് കിടക്കുന്ന റൂം ഒരേ റൂമില്, അല്ലെങ്കിൽ 2 റൂം 8 ആള് കിടക്കുന്ന, അങ്ങനെ കാറ്റഗറീസ് റൂമുണ്ട്. റൂംസ് ഉണ്ട് അല്ലേ? മറ്റെന്തെല്ലാം സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾ ഇതല്ലാണ്ട്? ഇപ്പൊ എയർപോർട്ട് പിക്കപ്പ് ഉണ്ട്, എയർപോർട്ട് ഡ്രോപ്പ് ഉണ്ട്, സൈറ്റ് സീയിങ് പാക്കേജസ് ഉണ്ട്. പാക്കേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ മാരേജ് പാക്കേജ്, മാരേജിന്റെ എൻഗേജ്മെന്റ് ഒരു 300-350 ആളെ പാക്കേജസ് ഞങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. അവർക്ക് അക്കോമഡേഷൻ, ഫുൾ അറേഞ്ച്മെന്റ്സ്. അപ്പം ഈ റിസോർട്ടിൽ എത്ര പേരാണ് മാക്സിമം സ്റ്റേ ചെയ്യാൻ പറ്റുക? 70 to 80 മെമ്പേഴ്സ്. 8 മെമ്പേഴ്സിന് സ്റ്റേ ചെയ്യാൻ പറ്റും അല്ലേ? വന്നു പോകുന്ന ആൾക്കാര് എല്ലാം കൂടിയിട്ട് 300 മെമ്പേഴ്സ് സ്റ്റേ ചെയ്യും. പിന്നെ കോർപ്പറേറ്റ് മീറ്റിംഗ്സ് അതെല്ലാം പ്രൊവൈഡ് ചെയ്യും. അപ്പം ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ചെറിയ എൻഗേജ്മെന്റ്, ബർത്ത്ഡേ ഫംഗ്ഷൻസ് അതെല്ലാം ഞങ്ങൾ ടേക്ക് ഓവർ ചെയ്യും. അപ്പോൾ ഇനി മുന്നോട്ടുള്ള ഒരു 5 years എന്താണ് അങ്കിളുടെ പ്ലാൻ? ഇതിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാനാണ്, മറ്റെന്തൊക്കെ ഫീച്ചേഴ്സ് കൊണ്ടുവരാനാണ് പ്ലാൻ? അത് ഓൾറെഡി പ്ലാൻ ആയിട്ടുണ്ട്. മാൽഡീവ്സ് മാതിരി വാട്ടർ വില്ലാസ് മെയിൻ ഫോക്കസ് ചെയ്യണം. പിന്നെ റെസ്റ്റോറൻറ്റും അവിടെ തന്നെ, നെക്സ്റ്റ് റെസ്റ്റോറൻറ്റ് വാട്ടർ പൂളിലേക്ക് ഇറങ്ങിയിട്ട് റെസ്റ്റോറൻറ്റ്, ഇതെല്ലാം നെക്സ്റ്റ് പ്ലാനിലുള്ളത്. ഞങ്ങൾ ഒരു എസ്റ്റേറ്റ് വാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ലോട്ടസ് പോണ്ടും കാര്യങ്ങളൊക്കെ അത് തന്നെ, അത് ഡെവലപ്പ് ചെയ്തിട്ടാണ് വാട്ടർ വില്ല ചെയ്യുന്നത്. അതായത് നമ്മൾ മാൽദീവ്സിലൊക്കെ കണ്ടിട്ടുള്ള ചെറിയ ചെറിയ ഹട്ടുകൾ ഉണ്ടാക്കാൻ അല്ലേ? അതിപ്പോ 1 ഏക്കർ ഉണ്ട്, അതിന് 2.5 acres ആയിട്ട് ഡെവലപ്പ് ആക്കിയിട്ട് അതിന്റെ ചുറ്റും വാട്ടർ വില്ലാസ് ചെയ്യണം. ബാർ, നെക്സ്റ്റ് ബാറിന്റെ പ്രൊവിഷൻ ആക്കിക്കൊണ്ടുണ്ട്. ആക്ച്വലി ഞങ്ങൾ ഇപ്പോൾ ഉള്ള റെസ്റ്റോറൻറ്റ് അത് ഫ്യൂച്ചറിൽ ബാറാണ്. അപ്പൊ അവിടെ ഇൻഡോർ ഗെയിംസ്, സ്നൂക്കർ അതെല്ലാം ഇൻക്ലൂഡിങ് ബാർ അവിടത്തേക്ക് വരും അതിനകത്തേക്ക്. ഇപ്പൊ ഞങ്ങൾ ഫുഡ് പാർട്ടി എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ ക്യാമ്പ് ഫയറിന്റെ അടുത്ത് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കാപ്പി, കുരുമുളക്, ഏലം, അതുപോലെ അടയ്ക്ക, വാഴ, നിങ്ങളെല്ലാം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ഗസ്റ്റിന് ഇതൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? നിങ്ങൾ സെല് ചെയ്യുന്നുണ്ടോ? ഉണ്ട്, ഞങ്ങളിവിടെ അതിന് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് എല്ലാ സ്പൈസസും ഉണ്ട്. പിന്നെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്, പിന്നെ വൈൻസ്, ഹോം മെയ്ഡ് വൈൻസ്, ഇത്ര സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. ഇത് പുളി ഉണ്ടല്ലേ, നമ്മുടെ നാട്ടില് കൊടംപുളി എന്ന് പറയും. പിന്നെ കൊടംപുളി, പിന്നെ അതിന്റെ നീര്, അതിന്റെ വെള്ളം അതിനെ കുറുക്കിയിട്ട് അതിന്റെ നീര്. അതിന്റെ നീര് എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? അതിന്റെ നീര് നമ്മള് മീൻ വറുക്കാനല്ല യൂസ് ചെയ്യാം. പിന്നെ മെയിൻ ആയിട്ട് പന്നിയിറച്ചി, പോർക്ക് കറിയാക്കാനാണ് അത് യൂസ് ചെയ്യുന്നത്. പിന്നെ മീൻ കറിക്കും യൂസ് ചെയ്യാം. പിന്നെ ചോക്ലേറ്റ്സ്, അതിനകത്ത് കാപ്പിക്കുരുവിന്റെ ചോക്ലേറ്റ് ഉണ്ട്. അതാ എല്ലാരും അധികം മേടിക്കുന്നത്. കാപ്പിക്കുരു ഉണക്കിയിട്ട് ഫ്രൈ ആക്കിയിട്ട് ഉണ്ടാക്കുന്ന ചോക്ലേറ്റ്. പിന്നെ ഡാർക്ക് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ്, മിൽക്ക് ചോക്ലേറ്റ് അതുണ്ട്. പിന്നെ തേന്. ഇപ്പോ ഏത് ഏരിയ നിന്നാണ് നമുക്ക് റിസോർട്ടിലേക്ക് കൂടുതലും ആളുകൾ വരുന്നത്? കർണാടകക്കാരാണോ അതോ മലയാളീസ് വരാറുണ്ടോ? നമുക്ക് അധികം വരുന്നത് കർണാടകയിൽ നിന്ന് തന്നെ, മൈസൂർ, ബാംഗ്ലൂർ, പിന്നെ പുറത്തുനിന്ന് വരും, ബോംബെ, ഡൽഹി, പിന്നെ ഫോറിനേഴ്സും വരുന്നുണ്ട്. ഇപ്പൊ കേരളത്തിൽ നിന്ന് വരുന്നുണ്ട്, എന്നാലും അധികം വരുന്നത് കർണാടക സ്റ്റേറ്റിൽ നിന്നും, പിന്നെ ഇവിടുന്ന് തമിഴ്നാട്, പിന്നെ ആന്ധ്രാപ്രദേശ്, അവിടെ നിന്നെല്ലാം വരുന്നുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരും ഹാപ്പിയാണ്. Bunch of 20 of us have come yesterday to Orange Valley, so the place is really beautiful. I think even the stay and everything, it has a lot of amenities, so it's been a comfortable stay for us. And this is day 2, so we are all having breakfast. The food is really tasty. I think the staffs around are also very supportive, so far it's really been good. So we've had a very good experience. Thank you. ഇന്ന് വുമൻസ് ഡേ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഇവരിവിടെ 2 ദിവസം സ്റ്റേ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇവരുടെ അടുത്ത് തന്നെ ഈ റിസോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, ഇവിടുത്തെ സ്റ്റേ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചറിയാം. ഇവര് തമിഴ്നാട്ടിൽ നിന്നാണ് വന്നത്. സേലത്തിൽ നിന്ന് വന്നതാണ്. எல்லாமே சூப்பராக இருந்தது. ஃபுட்டு, பிளேஸ் எல்லாமே சூப்பராக இருந்தது. காமாக இருந்தது. என்ஜாய் பண்ணோம், எல்லாருமே என்ஜாய் பண்ணோம். டெம்பிள் சாமி நல்லா என்ஜாய் பண்ணோம். நைட்டு சாங்ஸ்லாம் போட்டு சூப்பராக இருந்தது. கிளைமேட் செம்மையாக இருந்தது. மார்னிங்லாம் சூப்பராக இருந்தது. நல்லா மிஸ்டியாக இருந்தது. என்ஜாய் பண்ணி போயிருக்கலாம். ஹாய், நாங்கள் ஹோட்டலில் வந்து தங்கணும். எல்லா ஃபெசிலிட்டிஸுமே நல்லா இருந்தது. ஹீட் வாட்டர் முதற்கொண்டு எல்லாமே ஃபுல்லாக வந்தது. ரூமும் சேஃப்டியாக இருந்தது. கேம்ப் ஃபயர் ஃபுல்லாக நல்லா இருந்தது. அதுக்கப்புறம் வாட்டர் ஃபால்ஸும் நல்லா இருந்தது. ஃபுட்டுமே டின்னர் இருந்தது, டிஃபன் ரெடி பண்ணியிருந்தாங்க. அது எல்லாமே சூப்பராக இருந்தது. So how was the stay? Do you like it all? Sir, I like the stay too much because as soon as I entered, I liked the entrance only actually, because the entrance only made me feel like I had to come here karke. Then when I came inside, I am feeling like I'm lost into a jungle. Then when I came inside, I'm seeing the stay. It's like crazy. It's like some old bungalow, but I like the bungalow. As soon as I entered, I eat.
We ate and we swam in the swimming pool. We did swimming, bro. I like the swimming pool a lot. And the food here was crazy, and the stay here is crazy, and the facility and the people here around is very nice. So I like them. I like the stay. Did here, you bro. gone for an estate walk here? Yeah, bro. I went in the morning, early morning. There was around fog around, so we went for a walk. So I like the stay. He stayed and all here. Yeah. Okay, thank you. ഹായ് നമസ്കാരം. എൻ്റെ പേര് ഷിൽട്ടൺ. എൻ്റെ പേര് മഹേഷ്. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്. ഞങ്ങളുടെ ഇവിടെ ഒരു കൂർഗി ഫ്രണ്ടിന്റെ കല്യാണത്തിന് വന്നതാണ്. അപ്പോഴാണ് നമ്മുടെ ഈ ഞങ്ങളിവിടെ ഓറഞ്ച് വാലിനെ പറ്റി അറിഞ്ഞത്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 25 പേരുണ്ടായിരുന്നു. 2 ദിവസമായി നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നു. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഭക്ഷണവും സ്വിമ്മിംഗ് പൂളും ഫെസിലിറ്റീസും എല്ലാം ഭയങ്കര ഫ്രണ്ട്ലി, ക്ലീൻ റൂംസ്. അതെ, ക്ലീൻ റൂംസ്. അതേപോലെ തന്നെ നല്ല അറ്റ്മോസ്ഫിയർ ചെയ്തു. നല്ലൊരു ആംബിയൻസ് ആണ്. ചുറ്റും ഒരു ആക്ച്വലി ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ഫീലാണ്. അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ കൂർഗിലുള്ള റിസോർട്ടിലേക്ക് ആളുകളെ ക്ഷണിക്കാനായിട്ടുള്ള കാരണം എന്താണ്? എന്താണ് ഈ കൂർഗിന്റെ സ്പെഷ്യാലിറ്റി? എന്താണ് കൂർഗിന്റെ സ്പെഷ്യാലിറ്റി? ഞാൻ പറയുന്നതിലും നല്ലത് ഹസ്ബൻഡ് പറയുന്നതായിരിക്കും. എന്നുവെച്ചാൽ അവര് ജനിച്ചതും വളർന്നതും എല്ലാം കൂർഗി തന്നെയാണ്. അതുകൊണ്ട് അത് അവരോട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. എന്നാലും ആന്റിയോട് വന്നിട്ട് ഒരു 30 വർഷമായില്ലേ? 30 വർഷം കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ താമസിക്കുന്നതാണോ അതോ കൂർഗിൽ താമസിക്കുന്നതാണോ നല്ലത്? അത് പറഞ്ഞാൽ എനിക്ക് 2 സ്ഥലം ഇഷ്ടം. എനിക്ക് നാട് വിട്ട് കളയാൻ പറ്റൂലല്ലേ. പക്ഷെ ഇപ്പൊ ഇവിടെ സെറ്റായി. ഇവിടെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തു. അപ്പോ നമുക്കിനി കൂടുതൽ കാര്യങ്ങൾ അങ്കിളിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം. അങ്കിളിനാകുമ്പോൾ ഈ നാടിനെ കുറിച്ച് കുറച്ചുകൂടെ പറയാൻ കഴിയും. കാരണം പുള്ളി ജനിച്ചതും വളർന്നു നോക്കി എവിടെയാണ്. കൂർഗിലേക്ക് ആൾക്കാർ മെയിൻ ഡൈവേർട്ട് ആവാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ മെയിൻ കൊടകിന്റെ വെതർ, പിന്നെ ഇവിടുത്തെ ഫുഡ് ആൻഡ് കൾച്ചർ. ഇത് റിച്ച് കൾച്ചറാണ്. പിന്നെ കാഫി പ്ലാന്റേഷൻ, ഇന്ത്യയിലെ തന്നെ കാഫിന്റെ 2nd ലാർജസ്റ്റ് പ്രൊഡക്ഷൻ കൂർഗിലാണ്. ടോട്ടൽ 37% കാഫി എക്സ്പോർട്ട് ചെയ്യുന്നതിന്റെ 27% കാഫി കൂർഗിലാണ് കൂർഗ് ആൻഡ് ചിക്മംഗ്ലൂരിന്റെ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. പിന്നെ കൊടകിലെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കൊടകിന്റെ ഒരു കൾച്ചറുണ്ട്. കൾച്ചർ, ഇവിടുത്തേതായ മ്യൂസിക്, ഇതെല്ലാം ഉള്ളതുകൊണ്ട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. പിന്നെ ആൾക്കാർ നല്ല ഫ്രണ്ട്ലിയാണ്. ഈ കാപ്പിത്തോട്ടത്തിന്റെ മണമുള്ള ഓറഞ്ച് വാലി റിസോർട്ടിലിരുന്ന് എനിക്ക് നിങ്ങളോട് സംസാരിച്ചപ്പോൾ മനസ്സിലായി നിങ്ങൾ ഇത് വെറും ഒരു ബിസിനസ് മാത്രമായിട്ടല്ല കണ്ടിരിക്കുന്നത്. അതോടൊപ്പം പ്രകൃതിയോടുള്ള ഇഷ്ടവും അതൊക്കെ കാരണമാണ് നിങ്ങൾ ഈ റിസോർട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ റിസോർട്ടിനെ കുറിച്ച് ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നതിനും ഇതിന്റെ പിന്നിലെ പ്രചോദനമായത് എന്താണെന്ന് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിനൊക്കെ ഐ എം വെരി താങ്ക്ഫുൾ ടു യു. അതുപോലെ ഇവർ രണ്ടുപേരും കൂടെ ഞങ്ങളെ ഗസ്റ്റ് ആയിട്ടാണ് ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഓഡിയൻസിനോട് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത്? എല്ലാവരെയും ഓറഞ്ച് വാലി റിസോർട്ടിലേക്ക് വെൽക്കം. എല്ലാവരെയും കുടുംബസമേതം ഞങ്ങളുടെ ഈ കുടുംബത്തിലോട്ട്, ഓറഞ്ച് വാലി റിസോർട്ട് ഈ കുടുംബത്തിലോട്ട് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. അത് സ്വന്തം വീട്ടിൽ വരുന്ന പോലെ ഞങ്ങൾ അവരെ ട്രീറ്റ് ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ഓറഞ്ച് വാലി റിസോർട്ടിലോട്ട് വെൽക്കം ചെയ്യും ഒന്നും കൂടി. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ നിന്നും തിരക്കിൽ നിന്നും ഒക്കെ ഒരു ഗെറ്റവേ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് ചോയ്സ് ആയിരിക്കും. നിങ്ങൾക്ക് എന്താണെങ്കിലും ഇത് ചൂസ് ചെയ്യാൻ കഴിയും. അതിനുശേഷം ഒരു ഉച്ചയോട് കൂടിയിട്ട് ഞങ്ങൾക്ക് അവിടുത്തെ പൂളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഇറ്റ് വാസ് ട്രൂലി അമേസിംഗ് എന്ന് തന്നെ പറയണം. ചൂടായിരുന്നുണ്ടെങ്കിലും അവിടുത്തെ തണുത്ത വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ മൊത്തത്തിലൊന്ന് കൂളായി. അതുപോലെ തന്നെ അതിന്റെ ചുറ്റുമുള്ള ഗ്രീനറി ആണെങ്കിലും ആ പൂളിൽ കിടന്നുകൊണ്ട് ആ വ്യൂ ആസ്വദിക്കാൻ തന്നെ അടിപൊളിയായിരുന്നു. അപ്പൊ ഇതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾക്ക് അവരുടെ ജീപ്പ് സഫാരി ഒന്ന് എൻജോയ് ചെയ്യാനായിട്ടുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു.